ലോകമെമ്പാടും ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ നഷ്ടവും കഷ്ടവും നേരിടേണ്ടി വന്നിട്ടുള്ളത് ക്രൈസ്തവർക്കാണ്. തങ്ങളുടെ വിശ്വാസ സംഹിതകൾ ക്രൈസ്തവർക്കെതിരായി വ്യാഖ്യാനിച്ച് അവരെ കൊന്നൊടുക്കുക എന്നത് ഇസ്ലാമിക തീവ്രവാദികളുടെ ക്രൂര വിനോദമാണ്. പൊതുവെ ക്രൈസ്തവരുടെ ആഘോഷദിനങ്ങളിലും റംസാൻ മാസത്തിലുമാണ് തീവ്രവാദികൾ കൂടുതൽ ആക്രമണങ്ങൾ അഴിച്ചുവിടാറുള്ളത്. അതിൽ തന്നെ അതിക്രൂരമായ ആക്രമണങ്ങൾക്കായി അവർ തെരഞ്ഞെടുക്കാറുള്ളത് ക്രൈസ്തവരുടെ വിശുദ്ധവാരമാണ്. ക്രിസ്തുവിന്റെ കുരിശുമരണത്തോടും മരണത്തെ ജയിച്ചുള്ള ഉത്ഥാനത്തോടുമുള്ള അസഹിഷ്ണുതയാണ് ആ ആക്രമണങ്ങൾക്ക് പിന്നിലുള്ള ആശയപരമായ കാരണം. ഓശാന മുതൽ ഈസ്റ്റർ വരെയുള്ള ദിനങ്ങൾ ക്രൈസ്തവരെ സംബന്ധിച്ച് അതിവിശുദ്ധമായ ദിനങ്ങളാണെങ്കിലും ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ അതീവ ജാഗ്രതയോടെയാണ് ഈ ദിനങ്ങളിൽ കടന്നു പോകേണ്ടി വരുന്നത്. അതുകൊണ്ടുതന്നെ ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ ദൈവിക സംരക്ഷണത്തിനായി വളരെ പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ട ദിനങ്ങൾ കൂടിയാണ് ഇത്. ഈസ്റ്റർ ആക്രമണങ്ങളിൽ ക്രൈസ്തവർ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന ഭീകരാക്രമണമാണ് നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്കയിലെ വിവിധ പള്ളികളിൽ 2018 ഏപ്രിൽ 21 നടന്ന ഈസ്റ്റർ ബോംബിംഗ്. നൂറുകണക്കിന് ക്രിസ്ത്യാനികൾ രക്തസാക്ഷിത്വം വരിച്ച ആ ആക്രമണങ്ങളുടെ വേരുകൾ അന്വേഷിച്ച് ഇങ്ങ് കേരളത്തിലും അന്വേഷണ ഏജൻസികൾ എത്തിയിരുന്നു. ഏതാനും വർഷങ്ങളായി നൈജീരിയയിലെ ദേവാലയങ്ങളിൽ ആക്രമണം നടത്തുക എന്നത് ഇസ്ലാമിക തീവ്രവാദികൾ ഒരു പതിവാക്കിയിരിക്കുകയാണ്. ദിനംതോറുമുള്ള കൂട്ടക്കുരുതികൾക്ക് പുറമെയാണിത്. 2012 ഏപ്രിൽ 18 കഡുനയിൽ പ്രൊട്ടസ്റ്റന്റ് പള്ളികളിൽ ബോക്കോഹറാം നടത്തിയ ആക്രമണങ്ങളിൽ 38 പേർ കൊല്ലപ്പെട്ടു. 2022 ഓവോ സംസ്ഥാനത്തെ സെന്റ് സേവ്യർ പള്ളിയിൽ പെന്തക്കുസ്ത കുർബാനയ്ക്കെത്തിയ വിശ്വാസികളിൽ 50-ലേറെ പേരെ തീവ്രവാദികൾ വെടിവെച്ചു കൊന്നിരുന്നു. 2023 ദുഃഖവെള്ളിയാഴ്ച ഫുലാനി തീവ്രവാദികൾ നടത്തിയ വെടിവെപ്പിൽ 32 ക്രൈസ്തവരാണ് കൊല്ലപ്പെട്ടത്. കെനിയയിലെ ഗരീസ യൂണിവേഴ്സിറ്റി കോളേജിൽ 2015 ഏപ്രിൽ 2 പെസഹ വ്യാഴാഴ്ച 700 വിദ്യാർത്ഥികളെ ബന്ദികളാക്കി മുസ്ലിം വിദ്യാർത്ഥികളെ ഒഴിവാക്കിയ ശേഷം ക്രൈസ്തവ വിദ്യാർത്ഥികളെ തെരഞ്ഞുപിടിച്ച് അൽ ഷബാബ് തീവ്രവാദികൾ നടത്തിയ വെടിവെപ്പിൽ 148 പേരാണ് കൊല്ലപ്പെട്ടത്. 2016 മാർച്ച് 27 ഈസ്റ്റർ ദിനത്തിൽ പാകിസ്ഥാൻ ഗുൽഷൻ ഇഖ്ബാൽ പാർക്കിൽ ക്രൈസ്തവരെ ലക്ഷ്യം വെച്ച് നടത്തിയ ബോംബാക്രമണത്തിൽ 75 പേർ കൊല്ലപ്പെട്ടു. 2017 ഈജിപ്തിൽ ഓശാന ഞായറാഴ്ച 2 പള്ളികളിലായി നടത്തിയ ചാവേർ സ്ഫോടനങ്ങളിൽ 45 പേർ കൊല്ലപ്പെട്ടു. 2021 ഓശാന ഞായറാഴ്ച ഇന്തോനേഷ്യയിൽ 2 ചാവേറുകൾ പള്ളിയിലേക്ക് എരച്ചുകയറി നടത്തിയ സ്ഫോടനങ്ങളിൽ 20 പേർക്ക് പരിക്കേറ്റെങ്കിലും ആളപായമുണ്ടായില്ല. വിശുദ്ധവാരത്തിൽ പ്രാർത്ഥനയ്ക്കായി ഒന്നിച്ചുകൂടിയ വിശ്വാസികൾ ആക്രമിക്കപ്പെട്ട സംഭവങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ രാജ്യത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തീവ്ര ഹിന്ദുത്വവാദികളായിരുന്നു ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിൽ. ലോകമെമ്പാടും ക്രിസ്തുവിനെ ആരാധിക്കാനായി ഒരുമിച്ച് കൂടുന്നവരെ കൂട്ടമായി കൊന്നൊടുക്കാൻ ആസൂത്രണം ചെയ്യുന്നവരുടെ പദ്ധതികൾ തകർക്കപ്പെടാൻ ക്രൈസ്തവർ പ്രാർത്ഥന ശക്തമാക്കേണ്ട ദിനങ്ങളാണിത്. സഭയാകുന്ന ശരീരത്തിലെ ഒരു അവയവം പീഡിപ്പിക്കപ്പെടുമ്പോൾ ആ ശരീരത്തിലെ തന്നെ അവയവമായ നമുക്ക് വേദന അനുഭവിക്കാൻ കഴിയണം. നിർഭയമായി യേശുവിന്റെ പീഡാസഹനങ്ങൾ ധ്യാനിക്കുവാനും ഈസ്റ്റർ ആഘോഷിക്കുവാനും കഴിയാതെ പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ നമ്മുടെ പ്രാർത്ഥനകളിലൂടെ ശക്തിപ്പെടുത്തേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. തീവ്രവാദത്തിന് ആഴത്തിൽ വേരോട്ടമുള്ള നമ്മുടെ കൊച്ചു കേരളത്തിന്റെ പ്രത്യേക പശ്ചാത്തലവും വിശുദ്ധവാരത്തിൽ ക്രൈസ്തവർ പ്രാർത്ഥനകൾ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.